بسم الله الرحمن الرحيم. قال فمن ربكما يا موسى قال ربنا الذي أعطى كل شيء خلقه ثم هدى قال فما بال القرون الأولى قال علمها عند ربي في كتاب لا يضل ربي ولا ينسى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 997 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 49 മുതൽ 52 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഫമാ റബ്ബുകുമാ യാ മൂസാ ഖാല റബ്ബുനാ അല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു ثم ഹദാ قال فما بال القرون الأولى قال علمها عند ربي في كتاب لا يضل ربي ولا ينسى صدق الله العلي. സൂറത്ത് ത്വാഹയിലെ 49 മുതൽ 82 വരെയുള്ള ആയത്തുകളാണ് ഞാൻ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാമും ഫറവയും തമ്മിൽ നടക്കുന്ന സംഭാഷണമാണ്. ആ സംഭാഷണത്തിന്റെ തുടക്ക ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. അതിന്റെ കൂടുതൽ വിശദമായ ഭാഗങ്ങൾ ഇതിന് തുടർന്ന് വരുന്നുണ്ട്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു തആല മൂസ അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമിനെയും പ്രവാചകന്മാരായി നിശ്ചയിച്ചുകൊണ്ട് ദൗത്യ നിർവഹണത്തിന് രംഗത്ത് വരാൻ നിർദ്ദേശിക്കുന്ന, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു സംസാരമാണ് കേൾക്കുകയുണ്ടായത്. അവിടെ അള്ളാഹു പ്രത്യേകമായിട്ട് അവർക്ക് നൽകുന്ന നിർദ്ദേശം നമ്മൾ കാണുകയുണ്ടായി. മൂസ അലൈഹി ഇസ്ലാമും ഹാറൂൻ അലൈഹിസ്സലാമും ഫറോവയുടെ അടുക്കിലേക്ക് അള്ളാഹുവിന്റെ ദൂതന്മാരായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഫറോവ അവരോട് വലിയ ക്രോധം കാണിച്ച് വലിയ അക്രമം കാണിച്ചുകൊണ്ട് ധിക്കാരത്തോടു കൂടി പ്രതികരിക്കാനിടയുണ്ട്. അങ്ങനെ ഒരു ആശങ്ക നമുക്കുണ്ട് എന്നാണ് അള്ളാഹുവിനോടായി അവർ പറയുന്നത്. അപ്പൊ അള്ളാഹു പ്രതികരിച്ചത് ലാ തഖാഫ ഇന്നനി മഅകുമ അസ്മഉ വ അറ. നിങ്ങൾ ഇരുവരും പേടിക്കേണ്ട, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, കേൾക്കുകയും കാണുകയും ചെയ്യുന്നവൻ ആയിക്കൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇരുവരും ഫറോവയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ പറയണം, ഇന്നാ റസൂല റബ്ബിക, ഞങ്ങള് നിന്റെ നാഥന്റെ ദൂതന്മാരാണ്. ഫാർസിൽ മാന ബനി ഇസ്രായേൽ, അതിനാൽ ഞങ്ങളോടൊപ്പം ബനു ഇസ്രായേൽ സമൂഹത്തെ, ഇസ്രായേൽ മക്കളെ പറഞ്ഞുവിടണം. വലാ തുഅദ്ദിബുഹും, അവരെ ഇനി നിങ്ങൾ പീഡിപ്പിക്കരുത്. അത് ജിഇനാക ബി ആയത്തിൻ മിർ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങള്, പിൻബലം, പ്രമാണം ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദ, സത്യമാർഗം അല്ലെങ്കിൽ ശരിയായ മാർഗദർശനം ഉൾക്കൊള്ളുന്നവർക്ക്, പിൻപറ്റുന്നവർക്ക് ആണ് സമാധാനമുള്ളത് എന്ന് മാത്രമല്ല
നിഷേധിക്കുകയും കളവാക്കിക്കൊണ്ട് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നവർക്കാണ് ശിക്ഷ എന്ന കാര്യം കൂടി ഞങ്ങൾക്ക് വെളിപാടിലൂടെ അറിയിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങള് ഫറോവയെ കേൾപ്പിക്കാനാണ് അള്ളാഹു ആയത്തുകളില് മൂസ അലൈഹി ഇസ്ലാമിനോടും ഹാറൂൻ അലൈഹി ഇസ്ലാമിനോടുമായിട്ട് നിർദ്ദേശിക്കുന്നത്. അപ്പൊ കാര്യങ്ങള് പറയേണ്ട സംഗതികൾ വളരെ തെളിമയുള്ള വ്യക്തതയുള്ള വിധത്തിൽ കൺവേ ചെയ്യാനാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഫറോവ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളുടെ തുടക്കത്തിൽ. കാല, അയാൾ തിരിച്ചു ചോദിച്ചു, ഫമർ റബ്ബുക്കുമാ യാ മൂസ, മൂസെ നിങ്ങള് ഇരുവരുടെയും റബ്ബ് ആരാണ്? ഈ ചോദ്യം വളരെ പ്രസക്തമായ ആ സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. ഈജിപ്തിലെ സകല ജനങ്ങളുടേതും ഉൾപ്പെടെയുള്ള എല്ലാറ്റിന്റെയും റബ്ബ് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അടക്കി വാണുകൊണ്ടിരുന്ന ഭരണാധികാരിയാണ് ഫറോവ. വിശുദ്ധ ഖുർആൻ അയാളുടെ ധാർഷ്ട്യത്തെ വ്യക്തമാക്കുന്ന ചില വാചകങ്ങൾ ഇയാളുടേതായിട്ട് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും പരമോന്നതനായ റബ്ബ്, നാഥൻ എന്നാണ് സൂറത്തുൻ നാസിയാത്തിലുള്ള ഒരു വാചകത്തില് ഫിറഔൻ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരിടത്ത് സൂറത്തു സുഖ്റുഫിൽ അയാൾ പറയുന്നത് ഇങ്ങനെയാണ്, യാ ഖൗമി അലൈസ ലീ മുൽക്കു മിസ്ർ, നാട്ടുകാരെ, ജനങ്ങളെ, ഈ ഈജിപ്തിന്റെ മേലുള്ള, മിസ്റിന്റെ മേലുള്ള ആധിപത്യം എനിക്കുള്ളതല്ലേ? ഞാനല്ലേ ഈ മിസ്റിന്റെ, ഈ മിസ്രയേം പ്രദേശത്തിന്റെ അധിപതി. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഇവിടുത്തെ ഈ അരുവികള്, ഈ നദികളൊക്കെ ഒഴുകുന്നത് എന്റെ കീഴിലായി, എന്റെ കാൽക്കീഴിലൂടെയല്ലേ എന്നതാണ് അയാൾ പറയുന്ന ഒരു കാര്യം. ഈജിപ്തിന്റെ മേലുള്ള സർവാധിപതി ഞാനാണ്, എന്റെ ഇംഗിതത്തിനനുസരിച്ചാണ്, എന്റെ തൃപ്തിക്കനുസരിച്ചാണ്, എന്റെ കാൽച്ചുവട്ടിലാണ് ഇവിടുത്തെ അരുവികള്, ആറുകൾ ഒഴുകുന്നത് പോലും. ഇതാണ് ഫറോവയുടെ നിഗളിപ്പോടുകൂടിയുള്ള ഒരു സംസാരം. അപ്പം ഫിറഔൻ അവരുടെ തലക്കുമീതെ ഒരു സ്വേച്ഛാധിപതിയായി, സ്വയം ദൈവമായി കയറി നിൽക്കുന്ന, മറ്റുള്ളവരുടെ മേൽ ഒരു സമഗ്രാധിപതിയായി മുഴുവനും അവരുടെ മേല് അടിച്ചേൽപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരു ഭരണാധികാരി. മറ്റൊരിടത്ത് സൂറത്തുൽ ഖസസില് ഫിറഔൻ പറയുന്നത് ഇങ്ങനെയാണ്, യാ അയ്യുഹൽ മലഅ മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, പ്രമാണിമാരെ, നിങ്ങൾക്ക് ഞാനല്ലാത്ത ഒരു ദൈവമുള്ളതായിട്ട് എന്റെ അറിവിലില്ല. ഫറോവ പറയുന്ന വാചകങ്ങളാണ്. യാ അയ്യുഹൽ മലഅ, പ്രമാണിമാരെ, നേതാക്കന്മാരെ, ഇവിടെയുള്ള വലിയ തലയെടുപ്പുള്ള ആളുകളെ, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, എന്നെ കൂടാതെ മറ്റൊരു ഇലാഹ് നിങ്ങൾക്കുള്ളതായിട്ട് ഞാൻ അറിയുകയില്ല. ഫഔഖിദ് ലീ യാ ഹാമാൻ, അതുകൊണ്ട് ഹാമാനെ എനിക്ക് വേണ്ടി അലതീൻ, കളിമണ്ണ് ചുട്ടെടുത്ത്, വജഅൽ ലീ സ്വറഹ, ഒരു ഗോപുരം തന്നെ എനിക്കായിട്ട് പണിയുക. ചുടുകട്ട കൊണ്ട് അല്ലെങ്കിൽ കട്ട ചുട്ടെടുത്ത് എനിക്ക് വേണ്ടി ഒരു സർഹ് പണിയണം എന്ന് ഫിറഔൻ ഹാമാൻ എന്ന കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു നിർമ്മാതാവിനോട് ആവശ്യപ്പെടുക. എന്നിട്ട് ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ, മൂസ അവകാശപ്പെടുന്ന മൂസായുടെ ദൈവം, അങ്ങനെ ഒരു ദൈവമുണ്ടോ എന്ന് ഞാനൊന്ന് അതിന്റെ മുകളിൽ കയറി നിന്ന് പാളി നോക്കട്ടെ, എത്തി നോക്കട്ടെ എന്നാണ് ഫിറഔൻ പറയുന്നത്. അയാളുടെ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഒക്കെ വലിയ പ്രകടനമായിട്ട്
പറയപ്പെടുന്ന ഈ വാചകം യഥാർത്ഥത്തിൽ അയാളുടെ ബുദ്ധിശൂന്യതയുടെയും മടയത്തരത്തിന്റെയും കൂടി ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് മറ്റൊരു ദൈവമുള്ളതായിട്ട്, ഇലാഹുള്ളതായിട്ട് എനിക്ക് അറിയുകയില്ല, അങ്ങനൊരു ദൈവമേ ഇല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. പിന്നെ അയാള് ഹാമാനോട് പറയുന്നത് തനിക്ക് വേണ്ടി ഒരു വലിയ ഗോപുരം കട്ട ചുട്ടെടുത്ത് ഗോപുരം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ്. അപ്പോ സ്വയം ദൈവമായി ചമയുന്ന ഈ ഫിറഔൻ ആളുകളുടെ മേൽ എല്ലാവിധ അധികാരവും ഉണ്ട് എന്ന് ജനങ്ങളെ നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഫിറഔൻ മൂസ അലൈഹിസ്സലാം പരിചയപ്പെടുത്തുന്ന ഒരു ഇലാഹുണ്ടോ എന്ന് ഞാനൊന്ന് അങ്ങനെ വലിയ ഉയരത്തില് ഗോപുരത്തിന്റെ മുകളിൽ കയറി നിന്ന് ഒന്ന് എത്തി നോക്കട്ടെ, അവിടെ എവിടെയെങ്കിലും വല്ല ദൈവത്തെയും കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, അത് ഹാമാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം അങ്ങനെ ഒരു സ്വർഗ്ഗം. രണ്ടാമത്തത്, അങ്ങനെ എത്തി നോക്കിയാൽ കാണുന്ന ഒരു ദൈവമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവത്തെ കുറിച്ചാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത് എന്ന അബദ്ധജടിലമായ ഒരു സംസാരമാണ് അയാൾ ഇവിടെ നടത്തുന്നത്. ഫറോവക്ക് അറിയാത്തത് കൊണ്ടല്ല. ഈ ഭൗതിക ലോകത്ത് ചുറ്റുപാടും നോക്കിയാൽ കാണുന്ന ഒരു പ്രത്യക്ഷത്തിലുള്ള ദൈവമല്ല മൂസ അലൈഹി ഇസ്ലാം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു എന്നത് അയാൾക്ക് അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ അയാളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒരുപക്ഷെ അവരുടെ മുന്നില് വിജയം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ ഞാൻ വിജയിച്ചു എന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ ആയിരിക്കണം. പക്ഷെ അവർക്കും അത് മനസ്സിലാവും ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ വിഡ്ഢിത്തമാണ് എന്ന കാര്യം. മറ്റൊരിടത്ത് സൂറത്ത് ശുഅറാഇല് ഫറോ പറഞ്ഞത് ഇങ്ങനെയാണ്: ഖാല ലഇൻ ഇത്തഖദ്ത ഇലാഹൻ ഗൈരി, നീ എന്നെ കൂടാത്ത മറ്റൊരു ഇലാഹിനെ സ്വീകരിക്കുകയാണെങ്കിൽ ലഅജഅലന്നക മിനൽ മസ്ജൂനീൻ, നിന്നെ ഞാൻ തടവിലാക്കും, അല്ലെങ്കിൽ തടവിൽ അടയ്ക്കപ്പെടുന്നവരോടൊപ്പം ഞാൻ നിന്നെ ഉൾപ്പെടുത്തും. ഇങ്ങനെയാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് ഫിറഔൻ പറയുന്നതായിട്ട് സൂറത്ത് ശുഅറാഇൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയത്തിലേക്ക് തിരിച്ചു വരാം. ഇവിടെ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹു നിർദ്ദേശപ്രകാരം ഫറോവയോട് സംസാരിച്ചപ്പോ അയാൾ തിരികെ ചോദിക്കുകയുണ്ടായത് ഫമൻ റബ്ബുകുമാ യാ മൂസ. അപ്പൊ ഇയാളുടെ അവകാശവാദം സ്വയം തന്നെ എല്ലാറ്റിന്റെയും മേൽ അധികാരമുള്ള സമഗ്രാധിപതിയായി എല്ലാറ്റിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അധികാരസ്ഥൻ, അവരെ ആ അധികാരസ്ഥനായ തന്നെയാണ് ജനങ്ങളൊക്കെയും പൂജിക്കേണ്ടത് എന്നതാണ് ഇയാളുടെ നാട്യം, അല്ലെങ്കിൽ അയാൾ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് അതാണ്. ഈജിപ്തില് ആരുടെയും ദൈവം ഞാൻ തന്നെയാണ് എന്ന അവകാശവാദം നടത്തിയിരുന്ന ഫറോവ ഇപ്പോ മൂസ അലൈഹി ഇസ്ലാം മറ്റൊരു ദൈവത്തെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അത് ശരി, അങ്ങനെയൊന്നുണ്ടോ, ഞാനല്ലാത്തൊരു ദൈവമോ, അതാരാണ് എന്നാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് തിരിച്ചു ചോദിക്കുന്നത്. അപ്പോ നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് ആരാണ് അല്ലയോ മൂസ എന്ന വിധത്തിലാണ്, അത് ഉൾക്കൊള്ളാത്ത, അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത വിധത്തില് ഫിറഔൻ പറയുന്നു. ഇവിടെ മൂസ അലൈഹി ഇസ്ലാമും ഹാറൂൻ അലൈഹി ഇസ്ലാമും ഒരുമിച്ചാണ് ഫറോവയുടെ അടുക്കൽ എത്തുന്നതും സംസാരം ആരംഭിക്കുന്നതും. പക്ഷെ തിരിച്ചു ചോദ്യം മൂസ അലൈഹി ഇസ്ലാമിനെ പ്രത്യേകം പേര് വിളിച്ചുകൊണ്ടാണ്. അതിന് പല കാരണങ്ങളുണ്ടാവാം. ഒന്ന്, മൂസ അലൈഹി ഇസ്ലാമാണ് ഈ രണ്ടുപേരുടെ ഈ സംഘത്തിന്റെ നേതാവായിട്ട് സ്വയം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാവാം. അതല്ലെങ്കിൽ
മൂസ അലൈഹി ഇസ്ലാമിന് നേരത്തെ തന്നെ സംസാരത്തിന് വൈഭവം കുറഞ്ഞ ഒരാളാണ്, സംസാരത്തിന് ഒരു നാക്കില് കുരുക്കുള്ള, സംസാരിക്കുമ്പോൾ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയാത്ത ഒരാളാണ് എന്ന ഒരു ധാരണ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് ഇകഴ്ത്തി കാണിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുമാവാം അങ്ങനെ ഒരു പരാമർശം ഫറോവ നടത്തുന്നത് വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് സൂചിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. എന്തായാലും മൂസ അലൈഹി ഇസ്ലാമിനെ പേര് വിളിച്ചുകൊണ്ടാണ് ഫറോവ പ്രതികരിക്കുന്നത്. അത് ശരി, എന്നാ പിന്നെ നിങ്ങൾ ഇരുവരുടെയും റബ്ബ് ആരാണ്? ഈ ചോദ്യം യഥാർത്ഥത്തില് മൂസ അലൈഹി ഇസ്ലാമിനെയും അതുപോലെ ഹാറൂൻ അലൈഹി ഇസ്ലാമിനെയും ഒക്കെ വലിയ വിധത്തില് അധൈര്യപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. ആ പശ്ചാത്തലത്തിൽ ഫറോവയുടെ മുന്നില് അയാളല്ലാത്ത മറ്റൊരു ദൈവമുണ്ട് എന്ന് പറയാൻ ആരും ധൈര്യം കാണിക്കാതിരുന്ന ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ ഒരു ചരിത്ര മുഹൂർത്തമാണ്. സമാനമായ പല സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുമൊക്കെ കാണാം. ഇപ്പൊ പശുവിനെ ദിവ്യത്വമുള്ള അല്ലെങ്കിൽ ദൈവം ദേവത എന്നൊക്കെയുള്ള നിലക്ക് പരിഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തില് പശുവിന് അങ്ങനത്തെ യാതൊരു ദിവ്യത്വവും ഇല്ല എന്നത്, അത് പശു വെറും ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണ് എന്നത് ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് പറയാൻ കഴിയാത്ത അത്രയും സങ്കീർണത നിറഞ്ഞ സാഹചര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും പലയിടത്തും നിലനിൽക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിനോട് മൂസ അലൈഹി ഇസ്ലാം ഈ ചോദ്യം ഉന്നയിക്കുകയാണ്. അള്ളാഹു പകർന്നു നൽകിയ ധൈര്യവും സ്ഥൈര്യവും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മൂസ അലൈഹി ഇസ്ലാം നൽകുന്നത് ഏറ്റവും ആകർഷകമായ, ഏറ്റവും പൂർണ്ണതയുള്ള ഒരു മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞു, റബ്ബുനല്ലദീ അഅത കുല്ല ശൈഇൻ ഖൽഖ സുമ്മ ഹദ. ഏറ്റവും നല്ലൊരു നിർവചനം, അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ഏറ്റവും സ്വീകാര്യമായ, തികവാർന്ന ഒരു സമീപനം, ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഒരു വാചകമാണ് ഇത് എന്ന് കാണാൻ കഴിയും. റബ്ബുനല്ലദീ അഅത കുല്ല ശൈഇൻ ഖൽഖ. എല്ലാ സംഗതികൾക്കും അതിന്റെ പ്രകൃതം നൽകിയവനാണ് നമ്മുടെ റബ്ബ്. ഞങ്ങളുടെ റബ്ബ് സകലമാന സംഗതികൾക്കും അതിന്റെ ഉണ്മ നൽകിയവനാണ്. ഖൽഖ് എന്നുള്ള വാക്ക് ഖലഖ എന്ന റൂട്ടിൽ നിന്ന് വരുന്നതാണ്. ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നാണ്. ഏതൊന്നിനും അതിന്റെ പ്രകൃതം നൽകിക്കൊണ്ട് അതിനെ രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ചവനാണ് ഞങ്ങളുടെ റബ്ബ്. നിങ്ങൾ ചുറ്റുപാടും കാണുന്ന ചേതനവും അചേതനവുമായ കോടിക്കണക്കിന് സംഗതികളുണ്ട്, അല്ലെങ്കിൽ അസംഖ്യം സംഗതികൾ, എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും സംഗതികൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അതൊക്കെ തന്നെയും ഉണ്മ നൽകപ്പെട്ടതാണ്. അതിനൊരു പ്രകൃതം, അതിനൊരു ഹൽഖ്, ആ ഹൽഖിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിന്റെ ആകാരം, അതിന്റെ വലിപ്പം, അതിന്റെ സ്വഭാവ ഗുണങ്ങള്, അതിന്റെ സവിശേഷതകള്, അതിന്റെ പ്രത്യേകതകള്, അതിന്റെ പ്രയോജനം, അതിന്റെ അതിജീവനത്തിനുള്ള ശേഷി, അത് നിലനിൽക്കുന്നതിനുള്ള രീതി, അതിന്റെ ജീവനുള്ളതാണെങ്കിൽ അതിന് ജീവൻ നിലനിർത്തി പോകുന്നതിന് വേണ്ടിയുള്ള സംവിധാനം, അതിന്റെ സാധ്യതകള്, കഴിവുകള്, സകല സംഗതികളും അടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ സാധനത്തിന്റെയോ ഒക്കെ ഉണ്മയാണ് ഇവിടെ ഹൽഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ സൃഷ്ടിപ്പ്, അല്ലെങ്കിൽ അതിന്റെ ഉണ്മ, അതിന്റെ പ്രകൃതം. അപ്പൊ എല്ലാറ്റിനും അതിന്റെ ഹൽഖ് നൽകിയവനാണ് ഞങ്ങളുടെ റബ്ബ്. റബ്ബുനല്ലദീ അഅത കുല്ല ശൈഇൻ ഖൽഖ. വളരെ തന്ത്രപരമായ ഒരു വിവരണം കൂടിയാണിത്. ഫറോവ സ്വയം ദൈവമായി അവകാശപ്പെട്ടുകൊണ്ടിരുന്ന, ഈജിപ്തിലെ ജനങ്ങളുടെ മേൽ സർവാധിപതിയായിട്ട് താൻ നിലകൊള്ളുന്നു, താനല്ലാത്ത മറ്റൊരു ദൈവം നിങ്ങൾക്കില്ല എന്ന്
ഈജിപ്തുകാരോട് മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫറോവ ഇങ്ങനെ ഒരു മറുപടി കിട്ടുമ്പോൾ ശരിക്കും അയാള് വലിയ പ്രയാസത്തിൽ അകപ്പെട്ടു പോകും. കാരണം അയാൾക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണ്, എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്, ചുറ്റുപാടും കാണുന്ന ഒന്നിന്റെയും ഉണ്മ, ഒന്നിന്റെയും പ്രകൃതം, ഒന്നിന്റെയും ഹൽക്ക് നൽകിയിട്ടുള്ളത് ഫറോവയല്ല എന്നത്. ഫറോവയല്ലാത്ത ഒരു ശക്തി, ഫറോവയുടേത് പോലും അടങ്ങിയിട്ടുള്ള ഹൽക്ക് നൽകിയിരിക്കുകയാണ്. ഫറോവയുടെ പ്രകൃതവും ഫറോവയുടെ ശരീര ആകാരവും അതിന്റെ രൂപഘടനയും സവിശേഷതകളും ഗുണങ്ങളും പ്രത്യേകതകളും ഒക്കെ തന്നെ മറ്റൊരു സൃഷ്ടാവ് നൽകിയതാണ് എന്നത് വിശ്വസിക്കാൻ ആർക്കൊരു പ്രയാസവുമില്ല. കാരണം ഇവരാരുമല്ല അങ്ങനെ ഓരോന്നിന്റെയും പ്രകൃതം നൽകിയിട്ടുള്ളത്. ഈ ആളുകളൊക്കെ ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെടുന്നതിന്റെ എത്രയോ മുന്നേയുള്ള പ്രതിഭാസങ്ങള് ഇവരുടെ ചുറ്റുപാടുമായിട്ടുണ്ട്. ഇവിടുത്തെ പർവ്വതങ്ങളും ഇവിടുത്തെ കാട്ടാറുകളും അരുവികളും വള്ളിപ്പടർപ്പുകളും ചെടികളും മരങ്ങളും സമുദ്രവും ആകാശവും അതുപോലെ ഇവിടെ വളരെ സന്തുലിതമായി നിലനിന്നു പോകുന്ന ഇവിടുത്തെ പാരിസ്ഥിതിക സംവിധാനവും ഇതൊന്നും തന്നെ ഇന്നലെയും മിനിയാന്നുമായിട്ട് ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെട്ട ഈ ആളുകൾ ഉണ്ടാക്കിയതല്ല എന്നത് യുക്തിപൂർവം ആലോചിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിനെ നിഷേധിക്കുക എന്നത് അസാധ്യമാണ് എന്നതാണ് വസ്തുത. അങ്ങനെ നിഷേധിക്കാൻ കഴിയാത്ത വസ്തുത ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് ഇവിടെ ഫിറഔന് മൂസ അലൈഹി ഇസ്ലാം നൽകുന്നത്. അപ്പോ എന്നെ കൂടാതെ ഒരു ദൈവമോ, ആരാണ് നിങ്ങൾ ഇരുവരുടെയും ദൈവം എങ്കിൽ മൂസ പറയും, ആരാണ് അങ്ങനെ ഒരു ദൈവം? ഈ പറയുന്ന ദൈവം ആരാണ് എന്നാണ് ചോദ്യം. അപ്പോ പേര് പറയുകയല്ല മൂസ അലൈഹി ഇസ്ലാം ചെയ്യുന്നത്, മറിച്ച് ആ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യം എടുത്തു പറയുകയാണ്. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖ, സകല സംഗതികൾക്കും സകലതിനും അതിന്റെ ഹൽക്ക് നൽകിയ, അതിന്റെ പ്രകൃതം നൽകിയ, അതിന്റെ സൃഷ്ടിപ്പ് നൽകിയ, അതിന് ഉണ്മ നൽകിയ, അതിന്റെ സവിശേഷതകളും പ്രത്യേകതകളും ഒക്കെ നൽകിയിട്ടുള്ള ഒരുവനുണ്ടല്ലോ, അവനാണ് ഞങ്ങളുടെ റബ്ബ്. തുമ്മ ഹദ, എന്നിട്ട് ഒന്നുകൂടി കൂട്ടിച്ചേർക്കണം, എല്ലാറ്റിനും അതിന്റെ ഹൽക്ക് നൽകി എന്നത് മാത്രമല്ല, എല്ലാറ്റിനും മാർഗദർശനം ചെയ്യുകയും ചെയ്തു എന്നതുകൂടി അവന്റെ ഒരു പ്രത്യേകതയാണ്. മാർഗദർശനം ചെയ്തു എന്ന് പറയുമ്പോൾ ഓരോന്നും എങ്ങനെ പ്രവർത്തനക്ഷമമാകണം എന്നത് അതിന് ജന്മപരമായിട്ട് തന്നെ ഒരു മാർഗദർശനം പകർന്നു നൽകിയിരിക്കുകയാണ്. കല്ല്, പാറക്കെട്ട്, പർവ്വതം ഒക്കെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നത്, അതിന്റെ പ്രകൃതം ഏത് വിധത്തിലാണ്. പഞ്ഞിക്കെട്ടും പർവ്വതവും ഒരുപോലെയല്ല ബിഹേവ് ചെയ്യുക, ജലവും അതുപോലെ ഖരപദാർത്ഥങ്ങളും ഒരുപോലെയല്ല ബിഹേവ് ചെയ്യുന്നത്. ഓരോന്നിനും അതിൻ്റെതായ ഒരു പ്രകൃതവും രീതിയൊക്കെ ഉണ്ട്. ആ രീതി ഉൾക്കൊണ്ടുകൊണ്ടാണ് അവയൊക്കെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവജാലങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു പശുവും ഒരു കരടിയും ഒരുപോലെയല്ല അതിന്റെ ജീവിതയാത്ര നിർവഹിക്കുന്നത് എന്നത് നമുക്കറിയാം. അതിന്റെ ആഹാര സമ്പാദനം, അതിന് ആഹാരത്തിനായിട്ട് അത് തിരഞ്ഞെടുക്കുന്ന സംഗതികൾ, ഇതൊന്നും തന്നെ ഒരുപോലെയല്ല. ഓരോന്നിനും ദൈവികമായി മാർഗദർശനം നൽകപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൂടിയാണ്. എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും അതിനാവശ്യമായ ജീവിത മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് എന്റെ റബ്ബ്. നമ്മള് മത്സ്യം പിടിച്ച് ജീവിക്കുന്ന മത്സ്യം പിടിച്ച് തിന്ന് ജീവിക്കുന്ന പക്ഷികളെ കാണാറുണ്ട്. ഒന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നും. എത്ര സമർത്ഥമായിട്ടാണ് കരയിലിരുന്ന് കാത്തിരുന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് ആ പക്ഷി വെള്ളത്തിലേക്ക് ഊളിയിട്ട് ആ മത്സ്യത്തിനെ കൊക്കിലാക്കി മുകളിലേക്ക് ഉയർന്നു വരുന്നത് എന്നത് അത് നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇത് പൂച്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവികൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല. മത്സ്യം
കഴിക്കുന്ന ജീവികൾ തന്നെ ഇതുപോലെ ചെയ്യുന്നില്ല. ഓരോന്നിനും അതിൻ്റെതായ ജീവിത മാർഗദർശനം പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് നൽകിയിട്ടുണ്ട്. അതാണ് മൂസ അലൈഹി ഇസ്ലാം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഫറോവയുടെ കാര്യം തന്നെ എടുക്കാം. ഒരു പശുവോ ആടോ പട്ടിയോ ജീവിക്കുന്ന പോലെ അല്ല ഫറോവ ജീവിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന്റെ പ്രകൃതമുള്ള ഒരാളായിട്ടാണല്ലോ അയാൾ ജീവിക്കുന്നത്. അപ്പോ ഓരോന്നിനും അതിനാവശ്യമായ ഹിദായത്ത് നൽകുക, അതിന്റെ ഉണ്മ നൽകിയെന്നത് മാത്രമല്ല, അതിനെ സൃഷ്ടിച്ച് അതിന്റെ പ്രകൃതം നൽകിയെന്നത് മാത്രമല്ല, അതിന്റെ ജീവിത ധർമ്മം നിർവഹിക്കേണ്ടത് എങ്ങനെ എന്നതുകൂടി പഠിപ്പിച്ചു കൊടുത്തവനാണ് എന്റെ റബ്ബ്. മനുഷ്യന്റെ കുഞ്ഞ് ഇതര ജീവജാലങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ആദ്യ നാളുകളിൽ പെരുമാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുറഞ്ഞ കാലത്തിനുള്ളില് മനുഷ്യക്കുഞ്ഞ് തുടക്കത്തിലുള്ള ആ ദൗർബല്യങ്ങളൊക്കെ വകഞ്ഞു മാറ്റി കരുത്താർജിച്ച് മറ്റ് ജീവജാലങ്ങളെ ഒക്കെ കൈകാര്യം ചെയ്യാനും നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു വളർച്ചയിലേക്ക് എത്തുന്നു എന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു ദൈവികമായ മാർഗദർശനമാണ്. ഒരുപക്ഷെ ഒരു പൂച്ചക്കുഞ്ഞ് ജനിച്ച അന്നോ തൊട്ടുടനെ ഒക്കെ തന്നെയോ മനുഷ്യനേക്കാൾ സ്വതന്ത്രനായിട്ട് ജീവിക്കുന്നത് കാണാം. എന്നാൽ മനുഷ്യന്റെ കുഞ്ഞ് അങ്ങനെയല്ല. സമയം എടുത്തുകൊണ്ട് വളർന്നിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് പൂച്ചക്കുഞ്ഞ് ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെ ഒക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന കരുത്ത് ആർജിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ ഈ വിധത്തിൽ ഓരോന്നിനും അതിന്റെ ജന്മപരമായ പ്രകൃതം നൽകിയതും അതിന്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനാവശ്യമായ ഓരോന്നിനും ആവശ്യമായ മാർഗദർശനം നൽകിയവനുമായ ഒരു റബ്ബുണ്ട്. അവനാണ് എന്റെ റബ്ബ്. ഓരോന്നും ഭൂമുഖത്ത് യാതൊന്നുമില്ല. നമ്മള് ചുറ്റുപാടും നിരീക്ഷിച്ചാല് അനാവശ്യമായിട്ടുള്ള യാതൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഇല്ലാത്തതായിട്ട് യാതൊന്നും കാണാൻ കഴിയില്ല. എന്തിന്റെയെങ്കിലും ഉപയോഗം നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഇനിയും അറിയാനിരിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. അപ്പൊ എല്ലാറ്റിനും ഒരു ധർമ്മം നിർവഹിക്കാനുണ്ട്. അപ്പോ ഓരോന്നും എന്ത് ധർമ്മം ഏത് വിധത്തിൽ നിർവഹിക്കണം എന്നത് പ്രകൃതിപരമായിട്ട് തന്നെ അതിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു ദൈവമുണ്ട്. അതൊന്നും ഫിറോൻ പഠിപ്പിച്ചു കൊടുത്തതല്ല. എങ്ങനെയാണ് ഇരയെ പിടിക്കേണ്ടത് എന്നത് ഒരു സിംഹത്തിനോ കരടിക്കോ അല്ലെങ്കിൽ ഒരു വന്യമൃഗത്തിനോ പഠിപ്പിച്ചു കൊടുത്തത് ഫിറോനല്ല. അത് ഫിറോനറിയാം, ആളുകൾക്കൊക്കെയും തന്നെ അറിയാം. ഇത് ഓരോ മൃഗത്തിനും ഓരോ ജീവിക്കും അതിന്റെ പ്രകൃതിപരമായിട്ടുള്ള ഒരു അറിവായിട്ട് പകർന്നു കൊടുത്തിട്ടുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നിങ്ങളുടെ റബ്ബ് എന്നാണ് ഇവിടെ മൂസ അലൈഹി ഇസ്ലാം മറുപടിയായിട്ട് പറയുന്നത്. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖ. ഒരിക്കലും തന്നെ ഒരു മനുഷ്യന്റെ ശിശുവിനെ പോലും അതിന്റെ പ്രകൃതം നൽകിയത് അതിന്റെ അച്ഛനോ അമ്മയോ അല്ല. ജനിച്ച് ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെടുന്നത് വരെ പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നത് അച്ഛനും അമ്മക്കും ഒന്നും അറിയില്ല. ഒരച്ഛനും ഒരമ്മക്കും അറിയില്ല. തന്റെ കുഞ്ഞ് ജനിച്ച് വളർന്നു വന്നാൽ ഗണിതശാസ്ത്രത്തിൽ വലിയ പ്രാഗൽഭ്യമുള്ളവനാകുമെന്നോ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങളിൽ വലിയ ഇടപെടൽ നടത്താൻ കഴിയുന്ന നേതൃപാഠവുമുള്ള ഒരാളാവുമെന്നോ അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യാനുള്ള വലിയ വൈദഗ്ധ്യമുള്ള ഒരു പാചകക്കാരനാകുമെന്നോ ഒന്നും ഒരാൾക്കും കുഞ്ഞ് ജനിച്ച് വർഷങ്ങൾ പിന്നിടുന്നത് വരെ ഒരു ധാരണയില്ല. അച്ഛനും ഇല്ല, അമ്മക്കും ഇല്ല. അപ്പോ ഈ എന്ത് വൈദഗ്ധ്യത്തോടു കൂടിയാണ് തങ്ങളുടെ കുഞ്ഞ് ഭൂമുഖത്ത് ജീവിക്കാൻ പോകുന്നത് എന്നത് പോലും അറിയാത്ത അച്ഛനും അമ്മയുമാണോ ഈ കുഞ്ഞിന് ആ പ്രകൃതം നൽകിയിട്ടുള്ളത്? ഒരിക്കലും അല്ല എന്നത് എല്ലാവർക്കും ബോധ്യപ്പെടും. അച്ഛനാണ്, അമ്മയാണ്. പക്ഷെ കുഞ്ഞ് ഏത് വിധത്തില് എന്തൊക്കെ യോഗ്യതകൾ നേടി എന്തൊക്കെ വൈദഗ്ധ്യത്തോടു കൂടി ജീവിക്കും എന്നത് അവർക്കറിയില്ല. അറിയാത്തൊരു സംഗതി അവര് ഈ കുഞ്ഞിന് നൽകി എന്നത് നമുക്ക് അനുമാനിക്കാനും പറ്റൂല. അപ്പൊ ഓരോ ജീവിക്കും ഓരോ സൃഷ്ടിപ്പിനും അതിന്റെ പ്രകൃതം നൽകി
അതിനു വേണ്ട ജീവിത മാർഗദർശനം നൽകി എന്ന കാര്യം നിർവഹിച്ചിട്ടുള്ള ഒരു നാഥനുണ്ട്. ഈ നാഥനാണ് ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഉൾവിളിയായിട്ട് ചിലപ്പോ ചില ദിശാബോധമൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് തൊഴിൽ സംബന്ധമായ ജീവിതത്തിൽ താൻ നിർവഹിക്കേണ്ട കാര്യം എന്താണ് എന്നത് ഒരു ഉൾവിളിയായിട്ട് ബോധ്യപ്പെടാറുണ്ട് ചെറിയ കാലത്ത്, കുട്ടിക്കാലത്ത് തന്നെ. അങ്ങനെയാണ് ഓരോരുത്തർ ഞാൻ ഡോക്ടർ ആകും, അല്ലെങ്കിൽ പൈലറ്റ് ആകും, അതാവും ഇതാവും എന്നൊക്കെ പറയാൻ തുനിയുന്നത്. അപ്പൊ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആശയം രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇത് രൂപപ്പെടുത്തുന്നത് ആരാണ്? ഇതിനെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാത്ത മാതാപിതാക്കള് ഒരിക്കലും തന്നെ അത് ചെയ്യൂല. അപ്പൊ ഒരു കുഞ്ഞിന് ജന്മപരമായിട്ട് തന്നെ ചില വാസനകള് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചില ചിത്രകാരന്മാരായിട്ട് വളർന്നു വരുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അച്ഛനും അമ്മയും പേന തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാനുള്ള ബ്രഷും പെയിന്റും കയ്യിലെടുത്തിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ മകൻ അല്ലെങ്കിൽ മകൾ നല്ലൊരു ചിത്രകാരനോ ചിത്രകാരിയോ ആയിട്ട് കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ രംഗത്ത് വരുന്നു. ആളുകളെ വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ള ചിത്രം വരക്കുന്നു. ആരാണ് ആ കുഞ്ഞിന് ഇങ്ങനെ ഒരു മാർഗദർശനം നൽകിയിട്ടുള്ളത്? ഇത് അച്ഛനോ അമ്മക്കോ നാട്ടിലെ ഭരണാധികാരിക്കോ സ്വയം ദൈവമായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരാൾക്കോ സാധിക്കുന്ന ഒരു കാര്യമല്ല. സാധിക്കുമെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് നേരത്തെ അറിയാനും പറ്റും. പക്ഷെ അങ്ങനെ അറിയുന്നില്ല, അവരാരും പറയുന്നില്ല, അവർക്കാർക്കും പറയാനും സാധ്യമല്ല. അപ്പൊ ഗർഭസ്ഥ ശിശു എങ്ങനെയാണ് ജനിച്ചതിന് ശേഷം വളർന്ന് വരേണ്ടത്, എന്തൊക്കെ കഴിവുകളാണ് അവനുണ്ടാവുക, എന്തൊക്കെ ദൗത്യവും ധർമ്മവുമാണ് അവൻ നിർവഹിക്കുക, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയുന്നവരല്ല ഇവരാരും തന്നെ. അപ്പോ ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു മറുപടിയാണ് മൂസ അലൈഹി ഇസ്ലാം ഇവിടെ നൽകുന്നത്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖ, എല്ലാറ്റിനും അതിന്റെ ഉണ്മ നൽകി, പ്രകൃതം നൽകി സൃഷ്ടിച്ചവനായ ഒരുവനുണ്ടല്ലോ, അവനാണ് ഞങ്ങളുടെ റബ്ബ്. സുമ്മ ഹദ, സൃഷ്ടിക്കുക മാത്രമല്ല അവർക്ക് ആവശ്യമായ ജീവിത മാർഗദർശനവും അവൻ അവർക്ക് നൽകിയിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ ജീവിയെയും നിരീക്ഷിച്ചാല് നമുക്കറിയാം, ഒരു തവളയുടെ കുഞ്ഞ് വളർന്നു വരുന്ന രീതിയിലല്ല ഒരു പട്ടിക്കുഞ്ഞ് വളർന്നു വരുന്നത്. അപ്പോ തവളക്ക് തവളയുടെ പ്രകൃതമുണ്ട്, അതിന് ജന്മപരമായിട്ട് തന്നെ ചില വാസനകളുണ്ട്. ഇതാരാണ് അതിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? ഒരു താറാവിന്റെ കുഞ്ഞിന് വളർന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങാനും നീന്തി നോക്കാനും ഒക്കെയുള്ള പ്രേരണ ഉണ്ടാവുന്നുണ്ട്. ഒരു കോഴിക്കുഞ്ഞിന് അങ്ങനെ ഉണ്ടാവുന്നില്ല. ഈ വ്യത്യസ്തമായ വിധത്തില് ഓരോന്നിനും ആവശ്യമായ പ്രകൃതവും മാർഗദർശനവും നൽകിയിട്ടുള്ള ഒരു റബ്ബ്, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, അങ്ങനെ ഒരു റബ്ബുണ്ട്. ആ റബ്ബാണ് ഞങ്ങളുടെ റബ്ബ് എന്നാണ് മൂസ അലൈഹിസ്സലാം ദൈവത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ആളുകൾക്ക് ഈ ആയത്തും ഇതുപോലെയുള്ള സംഭാഷണങ്ങളൊക്കെ വളരെ സഹായകമായ ചില ടിപ്സ് നൽകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഖാല, അപ്പൊ ഫറോവ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, ശരി അങ്ങനെയാണല്ലേ, എല്ലാറ്റിനും അതിന്റെ ഉണ്മ നൽകി, അതിനെ മാർഗദർശനം നൽകി, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരുവൻ, അവനാണ് നിങ്ങളുടെ റബ്ബ് എന്നാണ് നിങ്ങൾ പറയുന്നതല്ലേ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, എന്താണ് ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, പിന്നിട്ട പൂർവിക തലമുറകളുടെ കാര്യം? നിങ്ങൾക്കൊക്കെ അറിയുന്ന വിധത്തിൽ നിങ്ങളുടെ പ്രപിതാക്കന്മാരുടെ ഒരുപാട് തലമുറകളുണ്ടല്ലോ. അവരാരും ഇങ്ങനെ ഒരു ദൈവത്തെ, ഓരോന്നിനും അതിന്റെ സൃഷ്ടിപ്പ് നടത്തി പ്രകൃതം നൽകി മാർഗദർശനം ചെയ്ത ദൈവത്തെ അല്ല ദൈവമായിട്ട് ആരാധിച്ചു വന്നിട്ടുള്ളത്. നിങ്ങളുടെ പൂർവികര്, മരിച്ചുപോയ നിങ്ങളുടെ പ്രപിതാക്കന്മാര്, അവരാരും തന്നെ ഇങ്ങനെയുള്ള ഒരു ദൈവത്തെ, എല്ലാറ്റിനും അതിന്റെ ഉണ്മ നൽകുകയും മാർഗദർശനം ചെയ്യുകയും ചെയ്തിട്ടുള്ള ദൈവമാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞല്ലോ. ആ ഒരുവനെ അല്ല നിങ്ങളുടെ പൂർവികരൊന്നും ആരാധിച്ചു വന്നിരുന്നത്. അവരൊക്കെ ഈജിപ്തിലെ ഭരണാധികാരിയായ സമഗ്രാധിപതിയായ ഫറോവയെയാണ് കൺകാണ ദൈവമായിട്ട് അവര്
ഏറ്റെടുത്തിരുന്നത്, പൂജിച്ചിരുന്നത്. അപ്പോ ഇങ്ങനെ കഴിഞ്ഞുപോയ തലമുറകളുടെ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? അവര് തെറ്റായ വഴിയിലായിരുന്നോ? അവർക്ക് അതിന്റെ പേരിലുള്ള ശിക്ഷയും അനന്തരഫലവും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരുമോ? ഒന്ന് പറ. ഇങ്ങനെയാണ് ഫറോവ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യം വലിയ പുതുമയുള്ള ഒരു ചോദ്യമല്ല. ഫറോവയുടെ കാലത്ത് ഒരു പക്ഷെ അതിന് പുതുമ കാണണം. പക്ഷെ ചരിത്രത്തിലുടനീളം പ്രവാചകന്മാർ മുന്നോട്ട് വെച്ച ഏറ്റവും ബുദ്ധിപൂർവകമായ ദൈവസങ്കല്പത്തെ തള്ളിക്കളയുന്നതിന് എല്ലാ കാലഘട്ടത്തിലെയും ആളുകൾ സ്വീകരിച്ചിരുന്ന ഒരു വൈകാരികമായ ചീട്ടിറക്കലാണ് ഇവിടെ ഫറോവയും ചെയ്യുന്നത്. ഒരു ഇമോഷണൽ കാർഡാണ് ഇവിടെ ഫറോവ ഇറക്കുന്നത് മൂസ അലി ഇസ്ലാമിനെതിരെ. അതെന്താണെന്ന് പറഞ്ഞാൽ എളുപ്പത്തില് തങ്ങളുടെ പൂർവികര് അബദ്ധത്തിലായിരുന്നു, അവര് തെറ്റായ മാർഗത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്, അതിന്റെ ശിക്ഷ ഇപ്പോ അവര് വാങ്ങേണ്ടി വരുന്നു, ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള വിധത്തില് പറയേണ്ടി വന്നാൽ സമൂഹം പെട്ടെന്ന് പ്രകോപിതാവും. തങ്ങളുടെ പ്രപിതാക്കളെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളോട് അവര് തട്ടിക്കയറുകയും അതിശക്തമായ പ്രതിഷേധത്തോടു കൂടി പ്രതികരിക്കുകയൊക്കെ ചെയ്യും എന്നത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ആളുകൾ അങ്ങനെയാണ് പ്രതികരിക്കുക. എല്ലാ വിഷയങ്ങളിലും ശരിതെറ്റുകൾ നോക്കിയിട്ടല്ല, ഞങ്ങൾ പൂർവികരെ കുറ്റം പറയാനും ആക്ഷേപിക്കാനും ഒക്കെ ആയോ ഇവൻ എന്ന വിധത്തില് വളരെ വൈകാരികമായിട്ടാണ് ആളുകൾ പ്രതികരിക്കുക. അങ്ങനെയുള്ളൊരു വികാരം അത് കുലത്തിന്റെ പേരിലോ വംശത്തിന്റെയോ വർഗത്തിന്റെയോ ഒക്കെ പേരിലോ ഇളക്കി വിടാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ഇമോഷണൽ കാർഡാണ് ഇവിടെ ഫറോവ ഇറക്കിയിരിക്കുന്നത് മൂസ അലൈഹി സ്വലാമിനെതിരിൽ. ഫമ ബാലുൽ ഖുറൂനിലൂല, പിന്നിട്ട കഴിഞ്ഞുപോയ തലമുറകളുടെ ഒക്കെ കാര്യം എന്താണ്? നിങ്ങളിപ്പോ ഒരു പുതിയ സംഗതിയായിട്ട് വന്നിരിക്കുകയാണല്ലോ. നമുക്ക് പരിചയമുള്ള പിന്നിട്ട തലമുറകൾ ആരും അങ്ങനെയൊന്നും ചെയ്ത ആളുകളല്ലല്ലോ. അവരൊന്നും തന്നെ ആരാധിച്ചിരുന്നത് എല്ലാറ്റിനും അതിന്റെ പ്രകൃതം നൽകി അതിന് മാർഗദർശനം നൽകിയിട്ടുള്ള റബ്ബിനെ ആയിരുന്നില്ലല്ലോ. അപ്പോ ഈ പിന്നിട്ട തലമുറകള്, നമ്മുടെയൊക്കെ പിതാക്കന്മാര്, അവരുടെ പിതാക്കന്മാര്, നമ്മുടെ പ്രപിതാക്കന്മാര് തലമുറകളോളം അവരൊക്കെ തെറ്റായ വഴിയിലായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? അവരൊക്കെ അബദ്ധം ചെയ്തവരാണ് എന്നാണോ പറയുന്നത്? അവരൊക്കെ ഇപ്പോ അതിന്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്ന ഒരു ഇൻഡയറക്റ്റ് ആയ ചോദ്യമാണ് ഫറോവ ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിനോട് ഉന്നയിക്കുന്നത്. കാരണം മൂസ അലൈഹി ഇസ്ലാം നൽകിയ മറുപടി ഫിറൗനെ ഉത്തരം മുട്ടിക്കുന്നതായിരുന്നു. കാരണം ഇതൊന്നും ചെയ്യുന്നവനല്ല ഫിറൗൻ. ഒരു സംഗതിക്കും അതിന്റെ ഹൽക്ക് നൽകുകയും അതിന് മാർഗദർശനം നൽകുകയും ചെയ്യുന്നവനല്ല ഫറോവ. ഫറോവ മനുഷ്യന്റെ സകല പരിമിതികളുമുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. ഒരിക്കലും തന്നെ ദിവ്യത്വത്തിന്റെ വിധാനത്തിലേക്ക് ഉയരാൻ അയാൾ എന്തൊക്കെ അവകാശപ്പെട്ടാലും അയാൾക്ക് സാധ്യമല്ല. ഇത് ജനങ്ങൾക്കും അറിയാം. അപ്പോ ഫറോവയെ പോലെ മനുഷ്യന്റെ ചാപ്പല്യങ്ങളുള്ള ഒരുവനല്ല, മറിച്ച് സകല സംഗതികൾക്കും അതിന്റെ പ്രകൃതം നൽകുകയും അതിന് മാർഗദർശനം നൽകുകയും ചെയ്തിട്ടുള്ളവനായ ഒരു റബ്ബുണ്ട് എന്നത് സ്ഥാപിക്കുകയാണ് മൂസ അലൈഹി ഇസ്ലാം ചെയ്യുന്നത്. അതിനെ നിഷേധിക്കാൻ ഫറോവക്ക് സാധ്യമല്ല. അതുകൊണ്ട് പിന്നെ സാധിക്കുന്ന ഒരു സംഗതി ജനങ്ങളെ വൈകാരികമായി ഇളക്കി വിടുക എന്നതാണ്. തങ്ങളുടെ പ്രപിതാക്കന്മാരെ ഒക്കെ ആക്ഷേപിക്കുന്ന, അവരെയൊക്കെ നരകത്തിലാണ് എന്ന് പറയുന്ന ഒരുവനാണ് ഈ മൂസ എന്ന് വരുത്തി തീർത്താൽ ആളുകളുടെ പിന്തുണ ഫറോവക്ക് കിട്ടും. മൂസ അലൈഹി ഇസ്ലാമിനെതിരിൽ അവരെ തിരിച്ചുവിടാൻ സാധിക്കുകയും ചെയ്യും. ഈ ഒരു സംഗതി മനസ്സിലുള്ള വിധത്തിലാണ് ഫറോവ ചോദിക്കുന്ന ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, എങ്കിൽ പിന്നിട്ട തലമുറകളുടെയൊക്കെ കാര്യം എന്താണ് എന്നതാണ് ചോദ്യം. അപ്പോ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ മാർഗദർശനത്തോടു കൂടി തന്നെയാണ് അതിന് മറുപടി നൽകുന്നത്. വളരെ സമുചിതമായ ഒരു മറുപടി. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇൽമുഹ ഇൻദ റബ്ബി ഫീ കിതാബ്, ഇത് സംബന്ധമായ അറിവ് എന്റെ നാഥന്റെ കയ്യിലുണ്ട്.
അത് ഫി കിതാബ്, സുരക്ഷിതമായിട്ടൊരു ഗ്രന്ഥത്തിൽ അതുണ്ട്. ഒന്നും ലാ യളില്ലു റബ്ബി വലാ യൻസ, എന്റെ റബ്ബിന് ഒരു പിഴവും പറ്റുകയില്ല, അവനൊന്നും മറന്നു പോവുകയും ഇല്ല. ഇതാണ് മൂസ അലൈഹി ഇസ്ലാം പ്രതികരണമായിട്ട് പറയുന്നത്. വളരെ സമർത്ഥമായൊരു മറുപടിയാണ്. ഫമാ ബാലുൽ ഖുറൂനിൽ ഊല എന്നാണല്ലോ ചോദ്യം. പിന്നിട്ട തലമുറകളുടെയൊക്കെ കാര്യം എന്താണ്? മൂസ, നീ പറയുന്നതാണ് സത്യമെങ്കിൽ അതൊന്നും ഉൾക്കൊള്ളാതെ ജീവിച്ച ഒരുപാട് തലമുറകള്, നമ്മുടെ പ്രപിതാക്കന്മാരുടെ തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ, അവരുടെ കാര്യം എന്താണ് എന്നാണല്ലോ ചോദ്യം. വളരെ സമർത്ഥമായി മൂസ അലൈഹി ഇസ്ലാം നൽകുന്ന മറുപടി, അവരെ കുറിച്ചുള്ള അറിവ് എന്റെ റബ്ബിന്റെ അടുക്കലുണ്ട്, അത് ഒരു ഗ്രന്ഥത്തിൽ സുരക്ഷിതമാണ്. മൂസ അലൈഹി ഇസ്ലാമിന് അത് അവരുടെ പരിണിതി എന്താണ്, അവരുടെ ബാല് എന്താണ് എന്നതൊന്നും അറിയുകയില്ല. അത് അള്ളാഹുവിനാണ് അറിയുക. അള്ളാഹുവിന്റെ കയ്യിൽ എല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന ഒരു രേഖയുണ്ട്, ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ വളരെ സുരക്ഷിതമായിട്ട് അവരുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്റെ റബ്ബ് ഒരു പെശകും പറ്റാത്തവനും ഒന്നും മറന്നു പോകാത്തവനുമാണ്. ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചതിൽ എന്തെങ്കിലും പെശക് സംഭവിച്ചു എന്ന് ആർക്കും കരുതേണ്ടതില്ല, ആരും കരുതേണ്ടതില്ല. കാരണം ലാ യളില്ലു റബ്ബി, എന്റെ റബ്ബിന് പിഴവൊന്നും പറ്റില്ല. വലാ യൻസ, അവന് മറവിയും ഇല്ല, അവനൊന്നും മറന്നു പോവുകയില്ല. രേഖപ്പെടുത്താൻ അവനൊന്നും മറന്നു പോയിട്ടും ഉണ്ടാവില്ല, രേഖപ്പെടുത്തിയതിൽ എന്തെങ്കിലും തെറ്റു പറ്റിയിട്ടും ഉണ്ടാവില്ല. സുരക്ഷിതമായി കൃത്യമായി അതൊക്കെ എന്റെ റബ്ബ് തന്റെ കയ്യിലുള്ള ഒരു ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടും. അതിവിടെ പറയല്ല, പറയാതെ ബോധ്യപ്പെടുത്തുകയാണ്. എല്ലാ കാര്യങ്ങളും എന്റെ റബ്ബ് രേഖപ്പെടുത്തി വെക്കുന്ന ഒരു കിതാബുണ്ട്. അതില് ഈ കാര്യങ്ങളും അതിന്റെ സകല വിശദാംശങ്ങളോടും കൂടി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും തന്നെ എന്റെ റബ്ബിന് അങ്ങനെ ഇത് രേഖപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും പിഴവ് പറ്റുകയില്ല, അവന് ഒന്നും രേഖപ്പെടുത്താൻ മറന്നു പോവുകയില്ല. ഈ വിധത്തിലാണ് മൂസ അലൈഹി ഇസ്ലാം അതിന് മറുപടി നൽകുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചോദ്യം, ഫറോ ഉന്നയിച്ച ഒരു ചോദ്യം, ഫമാ ബാലുൽ ഖുറൂനിൽ ഊല എന്ന ചോദ്യം വീണ്ടും ഒരു നല്ല അവസരം നൽകിയിരിക്കുകയാണ്. മൂസ അലൈഹി ഇസ്ലാം ഏതൊരു റബ്ബിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണോ വന്നിട്ടുള്ളത്, ആ റബ്ബിനെ നേരത്തെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. റബ്ബുനല്ലദീ അഅ്ത കുല്ല ശൈഇൻ ഖൽഖഹു ഫഹദ എന്ന് പറഞ്ഞല്ലോ, സുമ്മ ഹദ എന്ന്. ഈ വിവരണത്തില് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഒരു പരിചയപ്പെടുത്തൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ രണ്ടാമതൊരു അവസരം കിട്ടിയപ്പോൾ മൂസ അലൈഹി ഇസ്ലാം വീണ്ടും അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള പ്രകൃതം എന്താണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന, അവന്റെ കഴിവും പ്രതാപവും ഒക്കെ എത്രത്തോളമാണ് എന്നത് വ്യക്തമാക്കി തരുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ കൂടി ജനങ്ങളെ കേൾപ്പിക്കുന്ന വിധത്തിൽ പറയാൻ മൂസ അലൈഹി ഇസ്ലാമിന് അവസരം ഉണ്ടാവുകയാണ്. അതിന്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഈ ആയത്തിൽ കാണുകയുണ്ടായത്. ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യളില്ലു റബ്ബി വലാ യൻസ എന്ന ഈ വാചകത്തില് എന്റെ റബ്ബ് അവന്റെ സാധ്യതകളും അവന്റെ കഴിവുകളും ഒക്കെ എത്രത്തോളമാണ് എന്നത് ഇവിടെ മൂസ അലൈഹി ഇസ്ലാം ജനങ്ങളെ കേൾപ്പിക്കുകയാണ്. ഇതിൽ അവസാനിക്കുന്നില്ല, തുടർന്നും മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ പ്രത്യേകതകളെ മുൻനിർത്തിക്കൊണ്ട് ഫറോവക്ക് മറുപടി നൽകുന്ന വിധത്തിലാണെങ്കിലും മുഴുവൻ ജനങ്ങളെയും ആ റബ്ബിനെ കുറിച്ച് കേൾപ്പിക്കുന്നതിന് വേണ്ടി തുടർന്നും സംസാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്ക് ആ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ത്വാഹയിലെ 49 മുതൽ 52 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.